ആലത്തൂർ ചിറ്റൂർ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് 9,20,446 രൂപയുടെ ബഡ്ജറ്റ്. താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് കെ സനൽകുമാർ അധ്യക്ഷത വഹിച്ച വാർഷിക പൊതുയോഗത്തിൽ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി കെ വിനീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക്, ബഡ്ജറ്റ് എന്നിവ അവതരിപ്പിച്ചു. വർഷം 312 സ്വയം സഹായ സംഘങ്ങൾക്കായി 3,80,00,000 രൂപ തുച്ഛമായ പലിശയിൽ വിതരണം ചെയ്തതായും നടപ്പുവർഷം 8 കോടി രൂപ വായ്പ മേപ്പടി ഇനത്തിൽ വിതരണം നടത്തുമെന്നും സെക്രട്ടറി അറിയിച്ചു. കൂടാതെ ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ഏവർക്കും പ്രയോജനകരമാകുന്ന വിധത്തിലുള്ള ട്രെയിനിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചതായി യൂണിയൻ ഭരണസമിതി അംഗം ഗിരീഷ് മേനോൻ പറഞ്ഞു. എല്ലാ സ്ത്രീകളെയും ജാതിമതത്തിനതീതമായി ശാക്തീകരിക്കാൻ NSSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരമൊരു പ്രവൃത്തി ഒരു മാതൃകയാണ്. അത് എല്ലാ സമുദായങ്ങൾക്കും മാതൃകാപരമായ സംഗതി കൂടിയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു സംഗതിയാണ്. എന്തായാലും ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഈ പഠിപ്പിക്കുന്ന സംഗതികൾ അദ്ദേഹം നോക്കി വായിച്ചാണ് അദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എംബ്രോയിഡറി എന്താ അറിയാം, ബാക്കി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ബഹുമാന്യ വനിതാംഗങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പറഞ്ഞ കാര്യം ഞാൻ ആദ്യം കേൾക്കുകയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, സത്യസന്ധമായി അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കാൻ മടിച്ചത്. കാരണം ഈ കാര്യത്തിൽ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെ സംസാരിക്കുന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളിലുള്ള അറിവും അവഗാഹവുമുള്ള നമ്മുടെ വനിതാ മെമ്പർമാർ ഉള്ളത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തീർച്ചയായും കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും ആശയങ്ങളും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വനിതാംഗങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ഈ NSS പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുന്ന ഈ സമിതി പൂർണ്ണ പിന്തുണ നൽകുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് NSS. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് യു ശ്രീധരൻ, ട്രഷറർ രവികുമാർ മുരിങ്ങമല, വനിതാ യൂണിയൻ പ്രസിഡന്റ് രജനി വിനോദ്, യൂണിയൻ ഭരണസമിതി അംഗം KV രാമചന്ദ്രൻ, വനിതാ യൂണിയൻ സെക്രട്ടറി MG ഷീജ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.